വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ചെയ്യുന്നത് നമുക്ക് സ്കിന്നിന് മൾട്ടിപ്പിൾ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു നാച്ചുറൽ DIY ആണ്. മെയിനായിട്ടും ഈ മുഖക്കുരു വന്നതിന് ശേഷമുള്ള കറുത്ത പാടുകളൊക്കെ മായ്ക്കാനാണ് ഇത് ഏറെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ കരുവാളിപ്പ് മായ്ക്കുന്നുണ്ട്, നമ്മുടെ സ്കിന്നിന് നല്ലൊരു ടോൺ കിട്ടുന്നുണ്ട്. ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് ഒരു ചെറിയ റിസൾട്ട് ഒക്കെ കാണാൻ പറ്റും. അതായത് സ്കിന്നിന് ഒരു ഈവൻ ടോൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെങ്കിൽ ഈ കറുത്ത പാടുകളൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ഒരു അറ്റ്ലീസ്റ്റ് 1 month എങ്കിലും ഉപയോഗിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് ലഭിച്ച ഒരു DIY ആണ് ഏറെ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ്, മുരിങ്ങയില. ഇത് കൂടാതെ നമുക്ക് തൈരും തക്കാളിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും റോസ് വാട്ടറും ഈ പായ്ക്ക് ഉണ്ടാക്കാൻ ആവശ്യമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ മുരിങ്ങയില ചിലന്തി വലയൊക്കെ നോക്കി നന്നായി കഴുകി വേണം എടുക്കാനായിട്ട്. മുരിങ്ങയില നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത മുരിങ്ങയിലയും കൂടെ സ്വല്പം റോസ് വാട്ടർ, ഒരുപാട് വേണ്ട, കുറച്ച് മതി, റോസ് വാട്ടറൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് അരയ്ക്കുക. ഇതിലേക്ക് തൊലി കളഞ്ഞ ഒരു തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് അരയ്ക്കുക. കണ്ടോ, ഇത് ഇത്ര നല്ല ബ്ലെൻഡായിട്ട് നമുക്ക് കിട്ടും. ഇത്രവേ ഉള്ളൂ നമ്മുടെ കഷ്ടപ്പെട്ട പണി. ഇനി കാര്യം സിമ്പിളാണ്. ഈ മിക്സ് ഇച്ചിരി തൈരെടുക്കുക, കട്ട തൈരാണെങ്കിൽ അത്രയും നല്ലത്. അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കുക, നന്നായിട്ട് ബ്ലെൻഡ് ആക്കുക. തൈര് ഒരു കാരണവശാലും മിക്സിയിലിട്ട് അടിക്കാൻ പാടില്ല. കാര്യം മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ തൈര് വളരെ ലിക്വിഡായിട്ട് മാറും. നമുക്ക് ഇത്ര നല്ല കട്ടിയുള്ളൊരു കൺസിസ്റ്റൻസിയാണ് ഈ പായ്ക്കിന് ആവശ്യം. നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുക. മുഖത്തെ കറുത്ത പാടുകൾ മായ്ക്കാനും സ്കിൻ ടോൺ ഇൻക്രീസ് ചെയ്യാനും കരിവാളിപ്പ് മാറാനും ഒക്കെ വളരെ നല്ലതാണ് ഈ പായ്ക്ക്. ഫുൾ ബോഡി അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പായ്ക്കാണ്. ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ആഴ്ചയിലൊരു 3 ദിവസം ഇട്ടാൽ മതിയാകും. ഒരു മാസം നമ്മൾ കണ്ടിന്യൂസ് ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. കറുത്ത പാടുകളൊക്കെ ഉറപ്പായിട്ടും മായുന്നതായിരിക്കും. അതുപോലെ തന്നെ തൈരും തക്കാളിയും ഉള്ള കാരണം കരിവാളിപ്പ് മാറാനും നമ്മളെ ഏറെ ഹെൽപ്പ് ചെയ്യും.